Hi everyone, I'm Linish. I'm going to teach you class 7th Hindi इकाई 4 मेलजोल के तुम जियो हज़ारों साल साल के दिन हो 50,000. നിമ്മിക കൽ ബർത്ത്ഡേ ടാ നിമ്മിയുടെ പിറന്നാൾ ഇന്നലെ ആയിരുന്നു. ഇതാ വരുന്നത് പാസ്റ്റ് പറയുമ്പോഴാണല്ലോ. आज सुबह से वो तोहफे को खोल खोल कर देखने में लगी है. आज सुबह से इन्न मुदल आज सुबह से वो तोहफे को खोल खोल कर देखने में लगी है. ഇന്ന് രാവിലെ മുതൽ അവൾ സമ്മാനങ്ങൾ തുറന്നു നോക്കുന്നതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. विनोद अंकल का दिया बर्थडे कार्ड बहुत सुंदर था. विनोद अंकल കൊടുത്ത ദിയ മീൻസ് കൊടുത്ത ബർത്ത്ഡേ കാർഡ് നല്ല ഭംഗിയുള്ളതായിരുന്നു. ഉസ് പർ ഏക് കാർട്ടൂൺ ബനാത്ത അതിലൊരു കാർട്ടൂൺ വരച്ചിരുന്നു. എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ എഴുതിയിരുന്നത്? और लिखाता എഴുതിയിട്ടുണ്ടായിരുന്നു. തും ജിയോ ഹസാറോ സാൽ സാൽ കെ ദിൻ ഹോ 50,000. നിങ്ങൾ ജീവിക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾ, ദിവസങ്ങൾ ഉണ്ടാവട്ടെ വർഷത്തിൽ 50,000. ഹേ യേ കൈസി കവിത ഹുയി. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് മുത്തശ്ശനോട്, ഇത് എന്ത് കവിതയാണ്? ഹേ യേ കൈസി കവിത ഹുയി. വ കുച്ച് ഉൽജി സുൽജി ഹി നാനാക്കെ പാസ് ദൗഡി. അവൾ അല്പ ആശയക്കുഴപ്പത്തിലായതുപോലെ തോന്നി മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഓടി. ഉനെ കാർഡ് ദിക്കായ ഓർ ബോലി. മുത്തശ്ശന് കാർഡ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, नाना पर 50,000 तो बहुत ज़्यादा होता है ना. 50,000 എന്ന് പറഞ്ഞാൽ 50,000 എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടായില്ലേ. ഇത്രയും സാൽ കോൺ ജീता है. ഇത്രയും വർഷം ആര് ജീവിക്കാനാണ്? നാനാനെ കഹ യഹ് തോ ഏക് തരഹ് കി ദുആ ഹൈ. ഇതൊരു തരത്തിലുള്ള പ്രാർത്ഥനയാണ്, ഒരു ബ്ലെസ്സിങ് ആണ്. मतलब कुछ ऐसा काम कर जाओ कि दुनिया आपको हमेशा याद रखे. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾ 50,000 വർഷം വരെ ഒന്നും ജീവിക്കില്ല, പക്ഷെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. എത്ര കഴിഞ്ഞാലും നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പം മത്ലബ് നിമ്മീനെ ജറ ആകെ ആക്കർ പൂജ. കുട്ടി ചോദിച്ചാൽ എന്താ, അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് മുത്തശ്ശനോട് ചോദിക്കുകയാണ്. അപ്പം എന്താ പറയണേ? നിമ്മീനെ ജറ ആകെ ആക്കർ പൂജ. നിമ്മി അല്പം മുൻപോട്ട് നീങ്ങിയിട്ട് ചോദിച്ചു, मतलब जैसे मदर तेरेसा, अमीर खुसरो या गांधी, ये लोग आज जिंदा नहीं है पर इन्हें सब आज भी याद रखते हैं. मतलब जैसे मदर तेरेसा, അമീർ ഖുസ്രു യാ ഗാന്ധിജി. അതായത് മദർ തെരേസ, അമീർ ഖുസ്രു, ഗാന്ധിയെ പോലുള്ളവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷേ ഇവരെ എല്ലാവരും ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്. ये लोग आज जिंदा नहीं है पर इन्हें सब आज भी याद रखें. ओ समझी बढ़िया बात लिखी है. ഓ മനസ്സിലായി, വലിയ കാര്യമാണ്. ബഡിയ ബാത്ത് മീൻസ് വലിയ കാര്യമാണ്. ലിഖി ഹെ എഴുതിയിരിക്കുന്നത്. നിമ്മി ബോലി, നിമ്മി പറഞ്ഞു. ഹാ സോ തോ ഹെ. അതെ, അതങ്ങനെയാണ്. ആരാ പറഞ്ഞത്? മുത്തശ്ശൻ പറഞ്ഞു. यह कविता बल्कि वह शेर मिर्ज़ा गालिब ने लिखा है. ഈ ഈരടി എഴുതിയിരിക്കുന്നത് ആരാണ്? കവിയായ മിർസ ഗാലിബാണ്. നാനാനെ ഉസ്കെ ഹാത്ത് സെ കാർഡ് ലേത്തെ ഹുവേ കഹാ. നാനാനെ ഉസ്കെ ഹാത്ത് സെ അവളുടെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങിയിട്ട് പറഞ്ഞു. ലേത്തെ ഹുവേ മീൻസ് വാങ്ങിയിട്ട് പറഞ്ഞു. അരെ നാനു അബ് യ ഷേർ ബനാനെ വാലെ ഗാലിബ് കഹാ സെ ആ ഗയ. അപ്പം ആ കുട്ടി ചോദിക്കുകയാണ് മുത്തശ്ശനോട്, ഈ ഷേർ ഉണ്ടാക്കിയ, ഈരടി ഉണ്ടാക്കിയ ആള് ഈ ഗാലിബ് എവിടുന്ന് വന്നു? ഗാലിബ് നെഹി ഗലീബ്. ये उर्दू भाषा के शायर थे. ഉറുദു ഭാഷയിലെ കവിയാണ്. ഷായർ की कविता में कई सारी दो लाइन्स होती हैं. ഷായർ ഈ കവിതകളിൽ രണ്ട് ഈരടികൾ ഉണ്ടാകും, രണ്ട് വരികൾ ഉണ്ടാകും. അതിനെയാണ് ഷായർ की कविता में कई सारी दो लाइन्स होती हैं. ये 2 लाइन ही शेर कहलाती हैं. ഈ 2 ലൈൻസിനെയാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. जैसे तुम जियो हज़ारों साल साल के दिन हो 50,000. ഇതുപോലുള്ള 2 വരികൾ. कहते हुए नाना उठ खड़े हुए. പറഞ്ഞുകൊണ്ട് നാന എഴുന്നേറ്റ് നിന്നു. നിമ്മീനെ एकदम उनका रास्ता रोका और बोली. നിമ്മി മുത്തശ്ശൻ്റെ വഴി തടഞ്ഞിട്ട് പറഞ്ഞു, നാന कोई और शेर की बात बताओ ना. വേറെ ഏതെങ്കിലും കവിതയെ പറ്റി പറയൂ. अच्छा गालिब की ही बात बता दो. गालिബിനെ തന്നെ പറഞ്ഞോളൂ. मेरा मतलब गालिब की.
അവൾ പറഞ്ഞ പേര് തെറ്റിയപ്പോൾ അവൾ പിന്നെയും പറയാണ് മേരാ മത്ലബ് ഗലിബ് കി അരെ അബ് ബാദ് മേ സുനാവുക, ഇനി ഞാൻ പിന്നെ കേൾപ്പിക്കാം. അബി മുझे जरा സബ്സി ലേനെ ജാനാ ഹെ. അബ് ബാദ് മേ സുനാവുക, ഇത് ഇനി നാളെ പറയാം, പിന്നീട് പറയാം. ബാദ് മേ മീൻസ് പിന്നെ എന്നാണ് അർത്ഥം. പിന്നീട് പറയാം അബി മുझे जरा സബ്സി ലേനെ ജാനാ ഹെ, ഇപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറി മേടിക്കാൻ പോകണം. पुस्तक के प्रश्न और उत्तर. मदर तेरेसा, अमीर खुसरो या गांधी ये लोग आज जिंदा नहीं हैं, पर इन्हें सब आज भी याद रखते हैं क्यों? മദർ തെരേസ, അമീർ ഖുസ്രു, ഗാന്ധി ഇവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷേ എല്ലാവരും ഇവരെ ഇന്നും ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ട്? मदर तेरेसा का मानव सेवा, अमीर खुसरो की कविताएं और गांधी की देशभक्ति हम जानते हैं. उनके सद्काम सबके मन में है, इसलिए हम उन्हें आज भी याद रखते हैं.